ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപർകളെ, മേരെ സാത്തിയോ. അപ്പോൾ ഐ വിൽ ഗിവ് യു ടുഡേ the 10th class, unit 3. Its lesson's name is A Piece of String. The writer is Gede Maupassant. Gede Maupassant. So, you should have to note it first. ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് പ്രൊഫൈലൊക്കെ എഴുതാൻ വരും അബൌട്ട് ദി റൈറ്റർ, വാട്ട്സ് ഹിസ് ആക്ടിവിറ്റീസ് ആൻഡ് വാട്ട് ഹി ഹാവ് ദി അവാർഡ്സ് ആൻഡ് വാട്ട് ഈസ് ഫേമസ് വർക്ക്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ, അദ്ദേഹം ഏതിലൊക്കെ ഫേമസായി, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം വരും. അപ്പോൾ നമ്മൾ നോക്കാം. യെസ്, ഗെഡെ മൗപസ്സന്റ്. ഗെഡെ മൗപസ്സന്റ്. അപ്പോൾ ഗെഡെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇറ്റ്സ് എ ഫ്രഞ്ച് നൈം. വാസ് എ സെലിബ്രേറ്റഡ് 19th century ഫ്രഞ്ച് റൈറ്റർ. അപ്പോൾ വളരെ അറിയപ്പെടുന്ന 19ാം നൂറ്റാണ്ടിലെ ഒരു ഫ്രഞ്ച് റൈറ്ററായിരുന്നു. അതോടൊപ്പം വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി പിനേഴ്സ് ഓഫ് ദി മോഡേൺ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഒരു പുതിയ വഴികാട്ടി എന്ന് പറയാം, അല്ലെ, ആധുനിക ചെറുകഥകളിലെ ഒരു വഴികാട്ടിയായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. അതോടൊപ്പം ബോൺ ഓൺ August 5th, അദ്ദേഹം August 5 ജനിച്ചു. ഏത് കൊല്ലത്തിലാണ്? 1850, 1850. ദെൻ ഇൻ Normandy, it's in French. I tell you, ഫ്രഞ്ച് പറഞ്ഞാൽ ക്യാപിറ്റൽ നിന്ന് കുറച്ച് വിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, Normandy. Then Maupassant had difficult childhood marked by his parents' separation. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു, കാരണം മാതാപിതാക്കൾ വേർപിരിഞ്ഞ് ചെറുപ്പത്തിൽ. അതോടൊപ്പം പിന്നെ ആൻഡ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഫ്രം ഹിസ് മദർ. പക്ഷേ അമ്മ ഒരുപാട് അദ്ദേഹത്തെ സ്വാധീനം ചെലുത്തി, ശക്തമായി. അതുകൊണ്ട് ഹൂ എൻകറേജ് ഹിസ് ലിറ്റററി പർസ്യൂട്ട്സ്. അപ്പോൾ അവരെ ഒരുപാട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു അവൻ്റെ സാഹിത്യപരമായിട്ടുള്ള വർക്കുകൾ. ദെൻ ഹി വർക്ക്ഡ് ആസ് എ ഗവൺമെൻറ് ക്ലർക്ക് ബിഫോർ ഗൈനിങ് ലിറ്റററി ഫെയിം വിത്ത് ദി പബ്ലിക്കേഷൻ ഓഫ് ഹിസ് ഫസ്റ്റ് സക്സസ്ഫുൾ സ്റ്റോറി. അപ്പോൾ അദ്ദേഹം ഒരു ഗവൺമെൻറ് ക്ലർക്കായി ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ വളരെ പ്രശസ്തമാവുന്നതിന് മുമ്പ് തന്നെ. അതെന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റോറീസ് ബോൾ ഡേ സ്യൂഫ് എന്നായിരുന്നു കേട്ടോ. ഇറ്റ്സ് എ ഫ്രഞ്ച്, അത് ഇംഗ്ലീഷിൽ പറയുന്നത് ബാൾ ഓഫ് ഫാറ്റ്. ദെൻ ഇൻ 1880 അതോടൊപ്പം Maupassant stories as known for their realistic portrayal of French provincial life. ഇപ്പോൾ ഫ്രഞ്ചുകാരുടെ ഒരു അവിടുത്തെ പ്രൊവൻസ് എന്ന് പറഞ്ഞാൽ നമുക്കല്ലേ, പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസ്ഥാനം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഓരോ ഭാഗങ്ങളിലെ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകൾ. ഷാർപ്പ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ആൻഡ് അറോണിക് ട്വിസ്റ്റ്. അതുപോലെ വളരെ മാനസികമായിട്ടുള്ള ഒരു അഗാധമായിട്ടുള്ള ഒരു പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ ഓരോ പെട്ടെന്നുള്ളൊരു ആ കഥയിലെ ഓരോ മാറ്റങ്ങൾ, അതുകൊണ്ടാണ് അദ്ദേഹം വളരെ പ്രശസ്തനായി മാറിയത്. അതോടൊപ്പം ഹി ഓഫൺ റോട്ട് അബൌട്ട് തീംസ് സച്ച് ആസ് ഹ്യൂമൻ ഗ്രീഡ്സ്. അപ്പോൾ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ഹ്യൂമൻ ഗ്രീഡ്, അല്ലെ, മനുഷ്യൻ്റെ ആർത്തികൾ, അത്യാഗ്രഹം. അതോടൊപ്പം തന്നെ സോഷ്യൽ ഇൻജസ്റ്റിസ്, അല്ലെ, സാമൂഹികമായിട്ടുള്ള അസമത്വം. ദെൻ ഡിസിപ്ഷൻ, അല്ല, ഒരു താഴ്ത്തിക്കെട്ടൽ എന്നൊക്കെ പറയാം, ഡിസിപ്ഷൻ. ദെൻ ആൻഡ് ദി ഹാർനെസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ. ഇതൊക്കെയായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അപ്പോൾ വളരെ നല്ല കാര്യമാണ്. ഇതെല്ലാം തുറന്നു കാട്ടിയ അദ്ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വളരെ പ്രശസ്തമാവാൻ കാരണം. ഹിസ് റൈറ്റിംഗ് സ്റ്റൈൽ ഈസ് സിമ്പിൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം, എഴുത്തിലെ വളരെ ലാളിത്യമുള്ള രചനകളായിരുന്നു. വളരെ എളുപ്പം, ആരൊക്കെ മനസ്സിലാക്കാം. ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ്. ദെൻ ആൻഡ് എക്കണോമിക്കൽ യെറ്റ് ഡീപ്ലി എക്സ്പ്രസീവ്. അതുപോലെ ഓരോ കാര്യങ്ങളിലൊരു എന്താ പറയണേ, വാട്ട്സ് എക്കണോമിക്കൽ, സാമ്പത്തികമായിട്ടുള്ള അസമത്വം, ഇതൊക്കെ പറഞ്ഞു കാട്ടി. അതുപോലെ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന കഥകളായിരുന്നു. ദെൻ എ പീസ് ഓഫ് സ്ട്രിങ് ഈസ് വൺ ഓഫ് ഹിസ് ഫൈനസ്റ്റ് സ്റ്റോറീസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കുന്ന ഈ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞ കഥ അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു കഥയായിട്ട് അറിയപ്പെടും. ദെൻ illustrating how a small misunderstood action can destroy a man's
റെപ്യൂട്ടേഷൻ. അപ്പോൾ ചെറിയൊരു നമ്മുടെ തെറ്റിദ്ധാരണ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ സാഹചര്യം അല്ലെങ്കിൽ അയാളുടെ ജീവിതം മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം മോപ്പസൺ റോട്ട് ഓവർ 300 ഷോർട്ട് സ്റ്റോറീസ്, അല്ല 300-ലധികം ചെറുകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആൻഡ് 6 നോവൽസ്, 6 നോവലുകൾ. ബിഫോർ ഹിസ് ലൈഫ് വാസ് കട്ട് ഷോർട്ട്ലി ബൈ മെൻ്റൽ ഇൽനെസ്. അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും അദ്ദേഹം അങ്ങനെ മരിച്ചുപോയി. സോ ഹി ഡൈഡ് ഓൺ ജൂലൈ 6, 1893. അപ്പോൾ ജൂലൈ 6, 1893 അദ്ദേഹം മരിച്ചുപോയി. ദി ഏജ് ഓഫ് 42, അല്ല വളരെ ചെറിയ ഏജിൽ മരിച്ചുപോയി. അപ്പോൾ നമുക്കിത് തീർച്ചയായിട്ടും ഇത് പഠിക്കുക. കാരണം ഞാൻ പറയാൻ കാരണം ഇത് നമുക്കൊരു പ്രൊഫൈലായിട്ട് വരും അങ്ങനെ അബൌട്ട് ദി റൈറ്റർ. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഹിൻസൊക്കെ തരും കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു സൂചന തരാം. പിന്നെ ആളെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കുറേ സൂചനകൾ, പിന്നെ അയാളുടെ ഏജ്, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, പിന്നെ അയാളെ എങ്ങനെ ഫേമസ് ആയി, എന്തൊക്കെയാണ്, എപ്പോൾ മരിച്ചു, എപ്പോൾ ജനിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാന വർക്ക്സ് എന്തൊക്കെ കൃതികളാണ്. അപ്പോൾ ഇത് നന്നായി ചെയ്യും. ഞാൻ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്.